എത്ര കിട്ടിയാൽ നീ പഠിക്കൂല അല്ലേ? സത്യം പറയണ്ട, എന്തിനാ അവനെ കൊന്നത്? സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പുറലോകം കാണില്ല. നോക്കിപ്പിക്കുന്നടാ, നീ പറയണ്ടടാ. സത്യം പറയിപ്പിക്കാൻ പറ്റിയ ആള് വരുന്നുണ്ട് ഇങ്ങോട്ട്. എടോ, ആ പുന്നാരമാൻ എന്തെങ്കിലും പറഞ്ഞാ? ഒന്നും പറഞ്ഞിട്ടില്ല. റഫീഖ, എന്താടോ അവന്റെ പ്രശ്നം? എന്തിനാടാ ഈ പാവത്തിനെ കൊന്നത്? പറയണം, സത്യം പറഞ്ഞോ? പറയില്ലല്ലേ? പറയില്ലല്ലേ? എല്ലാം പറയാൻ സാറേ, എല്ലാം ഞാൻ പറയാൻ സാറേ. അന്നൊരു രാത്രി നല്ല കട്ട കഴിച്ചു തോന്നും. വേഗം പേരിക്കാത്ത സമയമായിരുന്നു. എനിക്ക് പോകേണ്ടിയാണ്. നീ പെട്ടെന്ന് ചോദിച്ചായിരുന്നു, ആൾക്കാർ പോകേണ്ടിയാണ്. അതേപ്പ നീ എന്റെ കാര്യം നിനക്ക് കേൾക്കാനുള്ളൊരു മനസ്സില്ലല്ലേ? എന്റെ കാര്യം കേൾക്കുന്നില്ല, ഉച്ചക്ക് കൊണ്ട് കൊടുക്കേണ്ട പൈസയാണ്. ഞാനിപ്പോ വരും. നീ വെക്കല, നീ എന്റെ മുത്തല്ലേ? ഈ തമാശ കളിക്കല രാത്രി സമയമാണ്. ഞാൻ വരുന്നു പറഞ്ഞാൽ മിനോ, മിനോ. അല്ല, എന്റെ രാജണ്ണ ആ രാവിലെ എന്തെല്ലോ തിരക്കിലായിപ്പോയി. എന്നാ ഇത് 10,000 റുപ്യ ഉണ്ട്. വിളിച്ചിട്ടില്ലേ പ്രാവശ്യേ? വിളിക്കും. അതെയാ, ഉറങ്ങാനായില്ലേ? ഇല്ല, അടുക്കള കുറച്ച് പണിയും കൂടി. അതെയാ. മോനെ എന്തുണ്ട്? മാമനെ അറിയില്ലേ? സ്കൂളിൽ പോണ്ടേ? അതെയാ, എന്നാ പോയിട്ട് ഉറങ്ങിക്കോട്ടാ. രതീഷേ, നീ ഇവിടെ ഈ സമയത്ത്? മണിയേട്ടാ, ഒന്നുമില്ല, മണിയേട്ട് പോയിക്കോ. എന്തുകൊണ്ടല്ല? ഒന്നുമില്ലപ്പാ. ഈ രാജേഷ് പോയിട്ട് കുറെ സമയം ഇടാന്നേല് ഉറങ്ങുന്നില്ലേടാ കുഞ്ഞുങ്ങള്? അന്നെ ഒന്നും രക്ഷിക്കാൻ സംഭവം ആത്മാർത്ഥ സുഹൃത്തല്ലേ, അന്നെ രക്ഷിക്കൂല. എന്ത് സംഭവിച്ചു നീ പറയും? എന്താണ് ചെയ്തത്? അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് എല്ലാ കുറ്റം ഏറ്റെടുത്ത സാറേ. അങ്ങനെ രാജേഷ, അവസാന ഘട്ടം നിന്നെ നിനക്ക് കാണണം. ചെറിയ കുട്ടീനല്ല നീ ഇത്രയും ദ്രോഹിച്ചത്. അവനുകൂടി എന്നെ കൈവിട്ടപ്പോ ഞാൻ അവനെ കൊന്നു സാറേ. അവൻ എന്നെ കൈവിട്ടു, ഞാൻ അവനില്ലാതാക്കി.